CPM കാവ്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് അതിശയോക്തിയൊന്നുമല്ല, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം അത് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം തന്നെയായിരുന്നു. പിണറായി വിജയൻ അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കാൽവെപ്പാണ് നടത്തിയത്. അവിടെ നിന്ന് നേരെ പോകുന്നു. മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ കൊല്ലം ജില്ലയിലെ വള്ളിക്കാവില് മാതാ അമൃതാനന്ദമയിയുടെ മഠത്തിലേക്ക്, അമൃതാനന്ദമയുടെ പിറന്നാളിന് പ്രത്യേക ആശംസകൾ അർപ്പിക്കാനും UN-ൽ അമൃതാനന്ദമയി പ്രസംഗിച്ചതിൻ്റെ 25ാം വാർഷികം അത് CPM അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനു മുമ്പ് അമൃതാനന്ദമയെ അതേ നാവ് കൊണ്ട് എന്തെല്ലാം പറഞ്ഞു എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ശബരിമല അയ്യപ്പനെ എന്തെല്ലാം പറഞ്ഞു, ഹൈന്ദവരെ മുഴുവൻ, ഭക്തലക്ഷങ്ങളെ മുഴുവൻ പത്തനംതിട്ട ജില്ലയിലെ പല പ്രദേശങ്ങളിലിട്ട് തെരുവിൽ വലിച്ചിഴച്ചു. ഇതിനെല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് പമ്പയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നു എന്നുള്ള പേരിൽ കൊണ്ടുവന്ന അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് 2 തെരഞ്ഞെടുപ്പാണ്. നവംബർ ഡിസംബർ മാസത്തിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പെല്ലാം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും കേരളത്തിലെ ഉത്സവത്തിൻ്റെ ഒരു കാലമാകും. ഉത്സവങ്ങളുടെ ഒരു താഴ്വരയാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെ ഉത്സവങ്ങളുടെ കാലമാകുമ്പോൾ മിക്കവാറും ഈ ഉത്സവങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ അങ്ങ് CPM കൈയടക്കും. കാരണം ശബരിമലയും അമൃതാനന്ദമയുടെ ആശ്രമവും ഒക്കെ ഇപ്പോൾ CPM-ന്റെ വലിയ ഒരു നോട്ടത്തിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു, സകല തെറ്റിനും മാപ്പിരക്കുന്നു, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു. ശബരിമല യുവതീ പ്രവേശം അടഞ്ഞ അധ്യായമെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ്? അപ്പോൾ ഈ വരാൻ പോകുന്ന ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ മിക്കവാറും ഏതാണ്ട് കേരളത്തിൻ്റെ തെക്ക് ഭാഗം, സെൻട്രൽ ട്രാവൻകൂർ ഇവിടങ്ങളിലൊക്കെയുള്ള ഒന്നാണ് ഈ പൊങ്കാല. അത് ഈ ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നാണ് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പൊങ്കാല തന്നെ അറിയപ്പെടുന്നതും വ്യാപിക്കുന്നതും ഒക്കെ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമുക്കറിയാം ഏതാണ്ട് ഒരു 20-25 ലക്ഷം സ്ത്രീ ഭക്തജനങ്ങൾ തലസ്ഥാന നഗരിയിൽ ഒന്നിക്കുന്ന ഇടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തലസ്ഥാനത്ത് തന്നെയുള്ള കരിക്കകം പൊങ്കാല, കൂടാതെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലുള്ള ചക്കുളത്ത് കാവിലെ പൊങ്കാല. ഇതൊക്കെ ഇത്തരത്തിൽ ലക്ഷങ്ങൾ ഭക്തജനങ്ങൾ എത്തുന്ന ഈ പൊങ്കാല പോലും ഒരുപക്ഷെ CPM-ന്റെ നിയന്ത്രണത്തിലേക്ക് വരെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. CPM-ന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകും. അവർ മൊത്തത്തിൽ അതങ്ങ് ഏറ്റെടുക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആറ്റുകാൽ ദേവി ക്ഷേത്രം ഒരു ട്രസ്റ്റാണ്. അത് മിക്കവാറും CPM-ന്റെ ഒരു നോട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം CPM-ന് ഭക്തി കൂടി ഇങ്ങനെയൊക്കെ ആയി തീർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഭക്തി കൂടി കലിതുള്ളുന്നത്, കോമരം തുള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു തവണ കൂടി അധികാരത്തിൽ തുടരണം, 3ാം വട്ടവും LDF-ന് അധികാരത്തിലേക്ക് വരണം. ഈ അത്യാസന്ന നിലയിൽ കിടക്കുന്ന അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ആപത്തിൽപ്പെട്ട ആശുപത്രിയിൽ എത്തിച്ചു കഴിയുന്നവൻ ICU-വിൽ ഏത് തരത്തിലാണോ കഴിയുന്നത്, പല വിധത്തിലുള്ള യന്ത്ര സഹായത്തോടുകൂടി ശ്വസിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ CPM. കിട്ടാവുന്ന ഇടങ്ങളിലൊക്കെ ഇങ്ങനെ സഹായം വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഊർധ്വശ്വാസം വലിക്കുന്ന പാർട്ടിക്ക് ജീവൻ കൊടുക്കാനായിട്ട്, അതാണ് ഈ NSS-ഉം SNDP-യും ഒക്കെ
പിന്തുണയുമായിട്ടൊക്കെ രംഗത്ത് നിൽക്കുന്നത്. NSS SNDP ഒക്കെ പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നായന്മാരും മുഴുവൻ ഈഴവന്മാരും പിന്തുണ കൊടുക്കുന്നു എന്നാകണമെന്നില്ല. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പറയുന്നത് പോലെ കേരളത്തിലെ ഈഴവരും നായന്മാരും വോട്ട് ചെയ്യണമെന്നില്ല. ആ കാലം പോയി. പള്ളികളിൽ ഇടയലേഖനം വായിക്കുന്നതനുസരിച്ച് വോട്ട് ചെയ്യണമെന്നില്ല. നമുക്കറിയാം, ഒരു കാലത്ത് കോൺഗ്രസിലേക്ക് പോയിരുന്നതാണ് ഈ കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ടുകൾ. ആ വോട്ടുകളൊക്കെ ഇപ്പോൾ എങ്ങോട്ടേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP ഭാഗത്തേക്ക് പോയി എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്, CPM മനസ്സിലാക്കുന്നുണ്ട്. CPM-ന്റെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അത് ആലപ്പുഴയിൽ വ്യക്തമായും പ്രകടമായതാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറയുകയുണ്ടായി, പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പോലും കടന്നു കയറിയിരിക്കുകയാണ് BJP. അങ്ങനെ വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ട്. അത് മുഴുവൻ ഇവര് ശബരിമലയിലും വള്ളിക്കാവിലും ആറ്റുകാലിലും സാഷ്ടാംഗം നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈ വോട്ട് തിരിച്ചെത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അത്രത്തോളം ഭക്തലക്ഷങ്ങളെ ഒക്കെ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. ഇതിന് പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ ഇപ്പോൾ സഖാക്കന്മാർ കയറി ഇറങ്ങുന്നത്. അതിന്റെ തുടക്കമായിരുന്നു നമ്മൾ പമ്പയിൽ കണ്ടത്. ഇനിയിപ്പോൾ ഈ നവംബർ ആകുന്നതോടുകൂടി തീർത്ഥാടന കാലം കൂടി തുടങ്ങുകയാണ്. ശബരിമല തീർത്ഥാടന കാലം ഒരുപക്ഷെ 2018 ശബരിമല തീർത്ഥാടകരെ വലിച്ചിഴച്ച സഖാക്കന്മാരും പോലീസും 2025 തീർത്ഥാടന കാലം തുടങ്ങുമ്പോൾ ഭക്തരെ നമിക്കുന്ന, ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വോട്ട് തിരിച്ച് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ NSS പറയുന്നുണ്ട്, ഞങ്ങൾ ഈ സമദൂരം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. സമദൂരമോ ശരിദൂരമോ എന്ന് പറഞ്ഞാലും പിന്നെ എന്തായാലും അതിനകത്ത് സുകുമാരൻ നായരും CPM-ഉം ആയിട്ടുള്ള ഒരു ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം നമുക്ക് പിന്നെ വിടാം. പിണറായി വിജയൻ തോറ്റുകഴിഞ്ഞ്, പാർട്ടി തോറ്റുകഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചും പറയും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ പിണറായി വിജയന് വെള്ളാപ്പള്ളിയിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു എന്തായാലും 26 ഒരു വലിയ രാഷ്ട്രീയ മാറ്റങ്ങളായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. CPM-ന് കൃത്യമായി മനസ്സിലായി ഈ കാൽച്ചുവട്ടിലെ മണ്ണ് നന്നായി ഒലിച്ചു പോയിട്ടുണ്ട് എന്ന്. അത് മുഴുവൻ തിരിച്ചെത്രയും പെട്ടെന്ന് കൂട്ടിയിട്ടില്ലെങ്കിൽ അടിപതറും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി ശരണം വിളിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.